ഇവിടെ ഇദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം. ജി ജനാർദ്ദനക്കുറുപ്പ് എന്ന് പറയുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസായി വെച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകത്ത് ഈ പറയുന്ന എം.എൻ. ഗോവിന്ദൻ നായർ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായി നടന്ന സംഭാഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് NSS എടുത്ത കോൺഗ്രസ് വിരുദ്ധ സമീപനത്തിൻ്റെ ബെനിഫിഷ്യറിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ മാറിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ആ താല്പര്യങ്ങൾ തെറ്റുമ്പോഴാണെന്നേ വിമോചന സമരം വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താ, വിമോചന സമരത്തിൽ NSS ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിരുന്നു. ആർക്കറിയാത്തത്? വിമോചന സമരത്തിന് എതിരായിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചൊരു ചരിത്രം കൂടിയുണ്ട്. ഇവർ ഈ ചരിത്രം പറയുമ്പോൾ അങ്ങനെ ഏകപക്ഷീയമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുമോ ഗോപികൃഷ്ണൻ? അപ്പോൾ അദ്ദേഹം വളരെ ആധികാരിക, ഞാൻ ഇതിനെക്കുറിച്ച് സ്പർശിക്കുമായിരുന്നില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊരു ക്ലാസിൻ്റെ ആധികാരികതയുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ ഒളിപ്പിച്ച് കടത്തപ്പെടുന്നുണ്ടോ എന്നും കോൺഗ്രസ്സുകാരനായ ഞാനും, ചരിത്രം അറിയുന്നത് ഇവർക്ക് മാത്രമല്ലല്ലോ, അപ്പോൾ തിരിച്ചും ചരിത്രം പറയണ്ടേ. അപ്പോൾ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും കേരളത്തിൽ ഈ പറയുന്ന NSSൻ്റെ അടക്കം സഹായം, സാമുദായിക സംഘടനകളുടെ സഹായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അവരുമായി തെറ്റുമ്പോൾ അവർ മോശക്കാരാവുകയും അവരുടെ സഹായം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടെന്നാ. പിന്നെ ഞാൻ ഒരു കാര്യം, ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിലേക്ക് കിടക്കുന്നില്ല. ഇവർ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തൊക്കെ, നവോത്ഥാന സംഘടനകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവർ നവോത്ഥാനത്തോട് നിലപാടെന്താ? EMS നമ്പൂതിരിപ്പാട് ആദ്യം എഴുതിയ കേരള ചരിത്രത്തിൽ അയ്യങ്കാളിയുടെ പേരുണ്ടായിരുന്നില്ല. അയ്യങ്കാളിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. പിന്നെ വലിയ വിമർശനങ്ങൾ തുടർന്ന് വന്ന എഡിഷനുകളിൽ അയ്യങ്കാളിയെ കുറിച്ച് പറയാൻ, എഴുതാൻ നിർബന്ധിതരാവുകയായിരുന്നു. അന്ന് EMS എന്താ പറഞ്ഞെന്നറിയോ? മലബാറിൽ ജനിച്ച എനിക്ക് തിരുവിതാംകൂറിലുള്ള അയ്യങ്കാളിയെ കുറിച്ച് അറിയുമായിരുന്നില്ലെന്ന്. ഏത് അയ്യങ്കാളി? തിരുവിതാംകൂറിൽ ജനിച്ച അയ്യങ്കാളിയെ ഗുജറാത്തിൽ ജനിച്ച ഗാന്ധിക്ക് അറിയാമായിരുന്നു. ഗാന്ധി അയ്യങ്കാളിയെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ നവോത്ഥാനത്തോട്, നവോത്ഥാന സംരംഭങ്ങളോട്, നവോത്ഥാന സംഘാടനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടെന്ന് പറയുന്നത് ഈ കാവടിയാണെന്നേ. ഇത് കനകോല് പറഞ്ഞിട്ടൊന്നും അറിയണ്ട. കനകോലൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ ഗോപൻ സാറ് നിങ്ങളുടെ മാത്രം കുത്തകയാണോ? നമ്മളൊക്കെ ചരിത്രം പഠിച്ച് ചരിത്രത്തിൽ നിന്നുള്ള വസ്തുക്കൾ ഉൾക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഈ പാർട്ടി ക്ലാസ്സിൽ പറയാൻ വേണ്ടി ചരിത്രം പഠിക്കുന്ന. ആ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ ഈ പരമാബദ്ധങ്ങൾ എഴുന്നള്ളിച്ച് ആളുകളെ പറ്റിക്കാൻ പറ്റും. പക്ഷെ ഞാൻ കൃത്യമായി പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുതകൾ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ കൃത്യമായി പറയുന്നു, ഓരോ കാര്യത്തിലും താങ്കൾ ചോദിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു. താങ്കൾ ഇന്ന് പോയി ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ ജി ജനാർദ്ദനക്കുറുപ്പിൻ്റെ ആത്മകഥ അങ്ങ് വായിച്ചു നോക്കണം. അതിനകത്ത് അന്നത്തെ NSSന്റെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ജി ജനാർദ്ദനക്കുറുപ്പ് കോൺഗ്രസ്സുകാരാണെന്നുള്ള നിലപാടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ കാവടിയാണെന്നേ. ഞങ്ങളൊക്കെ പരമശുദ്ധർ, പരമപവിത്രർ. സമുദായ സംഘടനകളെ ഞങ്ങൾ തൊട്ടിട്ടില്ല. നിങ്ങളൊക്കെ സമുദായ സംഘടനകൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ. വിമോചന സമരം, കേരളത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് വിമോചന സമരത്തിൽ നിന്നാണോ? കേരളത്തിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നൊരു കാരണമുണ്ട്. C. കേശവൻ എന്ന് പറയുന്ന ഈ പറയുന്ന നിരീശ്വരവാദി എന്ന് പറയുന്ന കാറൽ മാർക്സിനെ ഭഗവാൻ മാർക്സ് എന്ന് വിളിച്ച കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം നേരത്തെ പറഞ്ഞു SNDPയുടെ കൂടി നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ശബരിമലയിൽ അഗ്നിബാധ ഉണ്ടാകുന്നു. ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് അമ്പലം കത്തിച്ചത് എന്ന് പറയുന്ന അങ്ങേയറ്റം വർഗീയപരമായ പ്രചരണം നടത്തി കൂടിയാണ് 1957 ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ അഭിമുഖീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.